പൗരുഷത്തിന്റെ പ്രതീകമായ നായകൻ, സംഭാഷണ ശൈലി കൊണ്ട് യുവഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്ന ആക്ഷൻ ഹീറോ, വില്ലൻ വേഷങ്ങളിൽ തുടങ്ങി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം സുരേഷ് ഗോപിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ പാദമുദ്രയിൽ. മമ്മൂട്ടിയും മോഹൻലാലും അരങ്ങുവാണ്ടിരുന്ന കാലത്ത് സ്വന്തമായ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുത്ത നടനാണ് സുരേഷ് ഗോപി. പ്രൗഢോജ്വലമായ രൂപഭംഗിയും വ്യത്യസ്തമായ അഭിനയ ശൈലിയുമാണ് അതിന് അദ്ദേഹത്തെ സഹായിച്ചത്. 8 വയസ്സുള്ളപ്പോൾ ബാലതാരമായാണ് ആദ്യമായി സുരേഷ് ഗോപി അരങ്ങിലേക്ക് എത്തുന്നത്. 1965 സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്നെന്ന ചിത്രത്തിലൂടെയായിരുന്നു അത്. വലുതായ ശേഷം പഠനവും ജോലിയുമായി നടന്നിരുന്നുവെങ്കിലും സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ. അക്കാലത്ത് ബാലാജിയുടെ നിരപരാധി എന്ന തമിഴ് ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചു. 1980കളിൽ മലയാള സിനിമയിൽ സുരേഷ് ഗോപി മുഖം കാണിച്ചു തുടങ്ങി. മമ്മൂട്ടി നായകനായ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിലൂടെ വില്ലനായി വന്ന് സുരേഷ് ഗോപി ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. മിക്കതും പ്രതിനായക വേഷങ്ങളായിരുന്നു. അതിൽ ശ്രദ്ധേയമായത് മോഹൻലാൽ നായകനായ 20-ാം നൂറ്റാണ്ട്, രാജാവിന്റെ മകൻ എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളായിരുന്നു. സുരേഷ് ഗോപിയുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ചടുലമായ സംഭാഷണ ശൈലി പ്രേക്ഷകർ ഹർഷാരവത്തോടെ അംഗീകരിച്ചു. താമസിയാതെ മലയാള സിനിമയിലെ ഗർജിക്കുന്ന സിംഹം എന്ന ഓമന പേര് അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടു. ആദ്യകാലങ്ങളിൽ വില്ലൻ വേഷങ്ങളിലും അപ്രധാന വേഷങ്ങളിലും മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന സുരേഷ് ഗോപി ആദ്യമായി നായകനായത് 1989 പുറത്തിറങ്ങിയ IV ശശിയുടെ അക്ഷരത്തെറ്റെന്ന ചിത്രത്തിലൂടെയായിരുന്നു. 30ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും 92ൽ പുറത്തിറങ്ങിയ തലസ്ഥാനം എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന് വഴിത്തിരിവായത്. 93ൽ ഏകലവ്യനും 94ൽ കമ്മീഷണറും വൻ വിജയമായതോടുകൂടി സുരേഷ് ഗോപിക്കും സൂപ്പർ സ്റ്റാർ പദവി സമ്മാനിക്കപ്പെട്ടു. 200ലധികം ചിത്രങ്ങളിലായി നിരവധി മികച്ച കഥാപാത്രങ്ങളെ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചു. ഒരു വടക്കൻ വീരഗാഥ, നാഗപഞ്ചമി, എന്റെ സൂര്യപുത്രിക്ക്, പൈതൃകം, കാശ്മീരം, മണിച്ചിത്രത്താഴ്, ദ കിങ്, സമ്മർ ഇൻ ബത്ലഹേം, കുലം, താലോലം, പത്രം, IG എന്നിവ സുരേഷ് ഗോപിയുടെ എടുത്തു പറയേണ്ട സിനിമകളാണ്. പഠിക്കുന്ന കാലത്ത് ഒരു IPS ഓഫീസർ ആവുക എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ ആഗ്രഹം. ജീവിതത്തിൽ അത് സംഭവിച്ചില്ലെങ്കിലും വെള്ളിത്തിരയിൽ മിക്കവാറും എല്ലാ റാങ്കിലുമുള്ള പോലീസ് വേഷങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നന്മ നിറഞ്ഞ പല കഥാപാത്രങ്ങളും സുരേഷിന്റെ മനസ്സിലുണ്ടായിരുന്നു. കളിയാട്ടത്തിലെ പെരുമലയൻ അത്തരത്തിലൊരു കഥാപാത്രമാണ്. 1997ൽ പുറത്തിറങ്ങിയ കളിയാട്ടം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് സുരേഷ് ഗോപിക്ക് നേടിക്കൊടുത്തതും ഈ കഥാപാത്രം തന്നെയായിരുന്നു. കൊല്ലം ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലായിരുന്നു സുരേഷിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടക്കുന്നത്. ആക്ഷൻ ചിത്രങ്ങൾക്ക് പുറമെ കലാമൂല്യമുള്ള ചില സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. ഇതിൽപ്പെട്ട ഒന്നാണ് മകൾക്ക് എന്ന സിനിമ. ഇതിൽ അദ്ദേഹം ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെക്കുകയും സംസ്ഥാന പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടുകയും ചെയ്തു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലും സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട്. ദീന, തമസ്ഥാനം, ആ ഒക്കുടു, അന്തിമ തീർപ്പ് എന്നിവയാണ് അദ്ദേഹം അഭിനയിച്ച തമിഴ്, തെലുങ്ക് ചിത്രങ്ങൾ. സാമ്പത്തിക വിജയം ലഭിക്കാത്തത് മൂലം കുറച്ചുകാലം സിനിമയിൽ നിന്നും അകന്നു നിന്നെങ്കിലും 2005ൽ ഭരചന്ദ്രൻ IPS എന്ന ചിത്രത്തിലൂടെ ശക്തമായി സുരേഷ് ഗോപി തിരിച്ചു വന്നു. ജ്ഞാനലക്ഷ്മിയുടെയും ഗോപിനാഥ പിള്ളയുടെയും മകനായി 1957 ജൂൺ 26 കൊല്ലത്താണ് അദ്ദേഹം ജനിച്ചത്. അഭിനേത്രിയായ ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകളായ രാധികയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ. ഗോകുൽ, ഭാഗ്യ, ഭാവിനി, മാധവ് എന്നിവരാണ് അദ്ദേഹത്തിന്റെ മക്കൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൽപരനായ സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയാണ്. മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ നോക്കിക്കാണുകയും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ശക്തവും വ്യത്യസ്തവുമായ കഥാപാത്രങ്ങളെ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ആഴ്ച മറ്റൊരു താരത്തിന്റെ വിശേഷമായി വീണ്ടും കാണാം.